സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര. എല്ലാവർക്കും STR മെഡിറ്റേഷനിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം അധ്യായം 17 7 മുതൽ 10 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു ചെറിയ ഉപമയെ കുറിച്ചാണ്. വളരെ ചെറുതായ ഒരു ഉപമ, പക്ഷേ മനുഷ്യ സമൂഹത്തിന്റെ അടിത്തറയെ സ്പർശിക്കുന്ന അത്യന്തം ആഴമുള്ള ഒരു ദർശനം അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു. നമുക്ക് ആദ്യം ഈ വചനങ്ങൾ വായിച്ചു കേൾക്കാം. ലൂക്കായുടെ സുവിശേഷം അധ്യായം 17. നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴുകുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട്, നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ? എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക. അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക? കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. ഈ ഉപമ കേൾക്കുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്, ഇവിടെ യേശു രാജാവിനെയോ സൈനാധിപനെയോ തത്വചിന്തകനെയോ എടുത്തിട്ടില്ല. ഉപമയുടെ കേന്ദ്രത്തിൽ ഒരു സാധാരണ തൊഴിലാളിയാണ്. അവൻ വയലിൽ പ്രവേശിക്കുന്നു, ആടുകളെ നോക്കുന്നു, വീട്ടിലേക്ക് മടങ്ങുന്നു, ഭക്ഷണം ഒരുക്കുന്നു, യജമാനനെ ശുശ്രൂഷിക്കുന്നു. പുറമെ നോക്കുമ്പോൾ ഇതെല്ലാം വളരെ സാധാരണ കാര്യങ്ങളാണ്. എന്നാൽ യേശുവിന്റെ ഉപമകളിൽ സാധാരണ ജീവിതം ഒരിക്കലും വെറും സാധാരണയല്ല. കാരണം യേശു പലപ്പോഴും മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സത്യങ്ങൾ കണ്ടെത്തുന്നത് ദൈനംദിന ജീവിതത്തിനുള്ളിലാണ്. ഈ ഉപമയുടെ ആദ്യ ഭാഗം അത്യന്തം പ്രധാനപ്പെട്ടതാണ്. ദാസൻ ആദ്യം വയലിൽ പ്രവർത്തിക്കുന്നു, പിന്നെ ആടുകളെ നോക്കുന്നു. ഇത് യാദൃശ്ചികമായ വിവരണമല്ല. മനുഷ്യ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള ഒരു സൂചനയാണ്. വയൽ ഉഴുതുമറിയിക്കുന്നത് വെറും കാർഷിക പ്രവർത്തനം മാത്രമല്ല. അതിന് പിന്നിൽ ഭക്ഷണമുണ്ട്, ജീവനുണ്ട്, സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെയുണ്ട്. വയലിൽ ആരും പ്രവർത്തിക്കാതിരുന്നാൽ വിത്ത് വിതയ്ക്കാനാവില്ല. വിത്ത് വിതയ്ക്കാതെ വന്നാൽ വിളവുണ്ടാവില്ല. വിളവില്ലെങ്കിൽ അപ്പമുണ്ടാകില്ല. അപ്പമില്ലെങ്കിൽ സമൂഹം നിലനിൽക്കില്ല. അതുപോലെ ആടുകളെ നോക്കൽ ഒരു ചെറിയ ഗ്രാമീണ ദൃശ്യം മാത്രമല്ല. പുരാതന ലോകത്തിൽ മൃഗസംരക്ഷണം ഭക്ഷണവുമായി, വസ്ത്രവുമായി, വ്യാപാരവുമായി, സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ യേശു നമ്മെ ഒരു അടിസ്ഥാന സത്യത്തിലേക്ക് തിരികെ കൊണ്ടുപോവുകയാണ്. ഒരു സമൂഹം ആശയങ്ങൾ കൊണ്ട് മാത്രം നിലനിൽക്കുന്നില്ല. സമൂഹം നിലനിൽക്കാൻ ആരെങ്കിലും പ്രവർത്തിക്കണം. ആരെങ്കിലും മണ്ണിലേക്ക് ഇറങ്ങണം, ആരെങ്കിലും വിത്ത് വിതയ്ക്കണം, ആരെങ്കിലും നിർമ്മിക്കണം, ആരെങ്കിലും സംരക്ഷിക്കണം, ആരെങ്കിലും ഭക്ഷണം ഒരുക്കണം. പലപ്പോഴും സമൂഹം ആഘോഷിക്കുന്നത് ദൃശ്യമായ ശക്തികളെയാണ്. അധികാരം, സമ്പത്ത്, പ്രശസ്തി, ആശയങ്ങൾ, ഇവയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. പക്ഷേ സമൂഹത്തെ യഥാർത്ഥത്തിൽ നിലനിർത്തുന്നത് നിശബ്ദമായി പ്രവർത്തിക്കുന്ന മനുഷ്യരാണ്. ഒരു നഗരത്തിൽ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഉറക്കമുണരുന്നു. അവർ ഭക്ഷണം കഴിക്കുന്നു,
യാത്ര ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, ആശുപത്രികളിലേക്ക് പോകുന്നു, സ്കൂളുകളിലേക്ക് പോകുന്നു. പക്ഷേ ഈ ദൈനംദിന ജീവിതത്തിന്റെ പിന്നിൽ അനേകം അദൃശ്യ തൊഴിലാളികളുണ്ട്. രാത്രിയിൽ റോഡ് വൃത്തിയാക്കുന്നവർ, വെള്ളം എത്തിക്കുന്നവർ, ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നവർ, മാലിന്യം നീക്കുന്നവർ, വൈദ്യുതി നിലനിർത്തുന്നവർ, രോഗികളെ പരിചരിക്കുന്നവർ. അവർ പലപ്പോഴും സമൂഹത്തിന്റെ കേന്ദ്രത്തിൽ കാണപ്പെടുന്നില്ല. പക്ഷേ അവരുടെ പ്രവർത്തനം നിർത്തിയാൽ സമൂഹത്തിന്റെ മുഴുവൻ ഘടനയും തകരും. അതുകൊണ്ട് ഈ ഉപമയിലെ ദാസൻ ഒരു വ്യക്തിയെ മാത്രം പ്രതിനിധീകരിക്കുന്നില്ല. അവൻ മനുഷ്യ സമൂഹത്തിന്റെ അടിസ്ഥാന അധ്വാന ശക്തിയുടെ പ്രതീകമാണ്. ഇവിടെയാണ് ഈ ഉപമയെ ആധുനിക തൊഴിൽ ചിന്തകളുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നത്. കാൾ മാർക്സ് പോലുള്ള ചിന്തകർ ഒരു പ്രധാന കാര്യം ഓർമ്മിപ്പിച്ചു: മനുഷ്യൻ ജീവിക്കാൻ ആദ്യം ജോലി ചെയ്യണം. ഭക്ഷണവും വീടും വസ്ത്രവും ജീവിതത്തിന് ആവശ്യമായ എല്ലാം മനുഷ്യരുടെ അധ്വാനത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തൊഴിൽ വെറും വ്യക്തിപരമായ കാര്യമല്ല, മനുഷ്യ സമൂഹം നിലനിൽക്കാനുള്ള അടിസ്ഥാന ശക്തിയാണ്. ആരാണ് വീടുകൾ നിർമ്മിക്കുന്നത്? ആരാണ് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നത്? ആരാണ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്? ആരാണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്? തൊഴിലാളികളാണ്. ഈ അർത്ഥത്തിൽ ആധുനിക സോഷ്യലിസ്റ്റ് ചിന്ത തൊഴിലാളിയെ ചരിത്രത്തിന്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു. അവർ ഓർമ്മിപ്പിച്ചത് വളരെ ലളിതമായ ഒരു സത്യമാണ്: തൊഴിൽ ഇല്ലെങ്കിൽ ഉൽപാദനമില്ല, ഉൽപാദനമില്ലെങ്കിൽ സമൂഹവുമില്ല. ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. യേശുവിന്റെ ഉപമയെ നേരിട്ട് ഒരു മാർക്സിസ്റ്റ് സിദ്ധാന്തവുമായി വായിക്കാനാവില്ല. യേശുവിന്റെ ലക്ഷ്യം വർഗസമരത്തിന്റെ രാഷ്ട്രീയ തത്വശാസ്ത്രം അവതരിപ്പിക്കലല്ല. എന്നാൽ അതേസമയം യേശുവിന്റെ ഉപമകൾ ജീവിതത്തിൽ നിന്ന് വേർപെട്ട ആത്മീയതയെ അവതരിപ്പിക്കുന്നില്ല. യേശുവിന്റെ ഉപമകളിൽ മണ്ണുണ്ട്, വിത്തുണ്ട്, വയലുണ്ട്, വിളവുണ്ട്, മത്സ്യബന്ധനമുണ്ട്, തൊഴിലാളികളുണ്ട്. അതായത് ആത്മീയതയെ യേശു ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നില്ല. പക്ഷേ ഇവിടെ യേശുവിന്റെ ദർശനം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു. ദാസൻ വയലിൽ പ്രവർത്തിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നു, പിന്നെ വീണ്ടും പ്രവർത്തിക്കുന്നു. എന്നാൽ ഇപ്പോൾ പ്രവർത്തനത്തിന്റെ സ്വഭാവം മാറുന്നു. അവൻ ഭക്ഷണം ഒരുക്കുന്നു, യജമാനനെ ശുശ്രൂഷിക്കുന്നു. ഇവിടെ നാം ഒരു വലിയ മാറ്റം കാണുന്നു. എന്താണത്? ഉൽപാദനത്തിൽ മനുഷ്യൻ പ്രധാനമായും പ്രകൃതിയുമായി ബന്ധപ്പെടുന്നു, മണ്ണുമായി, ഉപകരണങ്ങളുമായി, വസ്തുക്കളുമായി. എന്നാൽ സേവനത്തിൽ മനുഷ്യൻ മറ്റൊരു മനുഷ്യനിലേക്ക് തിരിയുന്നു. അവിടെ ബന്ധമുണ്ട്, പരിചരണമുണ്ട്, ശ്രദ്ധയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഇവിടെയാണ് യേശുവിന്റെ ദർശനം കൂടുതൽ ആഴമാകുന്നത്. മനുഷ്യൻ വെറും ഉൽപാദന ജീവി, പ്രൊഡക്റ്റീവ് ബീയിങ് മാത്രമല്ല, മനുഷ്യൻ ബന്ധം സ്ഥാപിക്കുന്ന ജീവിയാണ്. മറ്റൊരാളുടെ നിലനിൽപ്പിനെ അംഗീകരിക്കാൻ കഴിയുന്ന ജീവിയാണ്. അതുകൊണ്ട് യേശുവിന്റെ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ഉൽപാദനം സമൂഹത്തിന്റെ ശരീരത്തെ താങ്ങുന്നു, എന്നാൽ സേവനം സമൂഹത്തിന്റെ ആത്മാവിനെ താങ്ങുന്നു.
ഭക്ഷണം ഉൽപ്പാദിപ്പിക്കൽ ജീവിതത്തിന്റെ സാമ്പത്തിക അളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ തൊഴിലും മണ്ണും ഉപകരണങ്ങളും ഭൗതിക ആവശ്യങ്ങളും ഉൾപ്പെടുന്നു. പക്ഷേ ഭക്ഷണം ഒരുക്കി മറ്റൊരാളുമായി പങ്കുവെക്കുമ്പോൾ അതിന് മറ്റൊരു അർത്ഥം ലഭിക്കുന്നു. അവിടെ ഭക്ഷണം വെറും വസ്തുവായി തുടരുന്നില്ല, അത് പരിചരണത്തിന്റെ ഭാഷയായി മാറുന്നു. ഉദാഹരണത്തിന്, ഒരമ്മ കുഞ്ഞിന് ഭക്ഷണം നൽകുമ്പോൾ അവൾ വെറും പോഷക വസ്തു നൽകുന്നില്ല, സുരക്ഷയും സ്നേഹവും നൽകുന്നു. ഒരു നേഴ്സ് രോഗിയെ പരിചരിക്കുമ്പോൾ അവിടെ സാങ്കേതിക പ്രവർത്തനം മാത്രമല്ല, മനുഷ്യ സാന്നിധ്യവും കരുണയും അവിടെയുണ്ട്. ഒരു അധ്യാപകൻ വിവരങ്ങൾ മാത്രം കൈമാറുന്നില്ല, ജീവിതങ്ങളെ രൂപപ്പെടുത്തുന്നു. അതുകൊണ്ട് സേവനം വെറും പ്രവർത്തനം മാത്രമല്ല, മറ്റൊരാളുടെ നിലനിൽപ്പിനെ അംഗീകരിക്കുന്ന പ്രവർത്തനമാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ലോകം കൂടുതൽ കാര്യക്ഷമതയെക്കുറിച്ച് സംസാരിക്കുന്നു. ഉൽപാദനശേഷി, സാങ്കേതിക വിദ്യ, വേഗത, പ്രകടനം ഇവയാണ് പലപ്പോഴും പ്രധാനമാകുന്നത്. പക്ഷെ ഒരു വലിയ അപകടം അവിടെയുണ്ട്. എന്താണത്? മനുഷ്യർ വെറും പ്രയോജനമുള്ളവർ എന്ന നിലയിൽ മാത്രം കാണാൻ തുടങ്ങും. എത്ര ഉൽപ്പാദിപ്പിക്കുന്നു, എത്ര കാര്യക്ഷമമാണോ, എത്ര വേഗത്തിലാണ്, ഇവയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ അളക്കാൻ തുടങ്ങാം. അപ്പോൾ സമൂഹം ക്രമേണ യന്ത്ര സമൂഹമായി മാറും. പക്ഷേ യേശുവിന്റെ ഉപമ നമ്മോട് പറയുന്നത് മറ്റൊന്നാണ്. മനുഷ്യൻ വെറും ഉൽപാദന യന്ത്രമല്ല, മനുഷ്യൻ ബന്ധത്തിനും പരിചരണത്തിനും അർഹനായ സത്തയാണ്. അതുകൊണ്ട് ഈ ഉപമയിലെ ദാസൻ വളരെ ആഴമുള്ള മനുഷ്യ പ്രതീകമാണ്. അവൻ പ്രവർത്തിക്കുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു, സംരക്ഷിക്കുന്നു, ഒരുക്കുന്നു, സേവിക്കുന്നു. അവൻ സമൂഹത്തിന്റെ സാമ്പത്തിക ഘടനയെയും ബന്ധഘടനയെയും ഒരുമിച്ച് താങ്ങുന്ന മനുഷ്യനാണ്. ഇപ്പോൾ ഈ ഉപമ നമ്മെ വ്യക്തിപരമായി എങ്ങനെ സ്പർശിക്കുന്നു എന്ന് ചിന്തിക്കാം. പലപ്പോഴും നമ്മൾ ആത്മീയതയെ ജീവിതത്തിൽ നിന്ന് വേർതിരിച്ചാണ് ചിന്തിക്കുന്നത്. പ്രാർത്ഥന ഒരു ഭാഗം, ജോലി മറ്റൊരു ഭാഗം, ധ്യാനം ഒരു ഭാഗം, ദൈനംദിന ജീവിതം മറ്റൊരു ഭാഗം. പക്ഷേ യേശുവിന്റെ ഉപമ ജീവിതത്തെ വിഭജിക്കുന്നില്ല. വീട്ടിലെ ജോലി, അടുക്കളയിലെ ജോലി, ഓഫീസിലെ ജോലി, വയലിലെ ജോലി, രോഗിയെ പരിചരിക്കൽ, കുഞ്ഞിനെ കേൾക്കാൻ സമയം കൊടുക്കൽ, ക്ഷീണിച്ച ഒരാളോട് സമാധാനമായി സംസാരിക്കൽ, ഇവയെല്ലാം മനുഷ്യ ജീവിതത്തെ താങ്ങുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ആത്മീയത പലപ്പോഴും അസാധാരണമായ അനുഭവങ്ങളിൽ തുടങ്ങുന്നില്ല. നാം ചെയ്യുന്ന സാധാരണ പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുമ്പോഴാണ് അത് ആരംഭിക്കുന്നത്. അതിനാൽ ഇന്ന് ഒരു ചെറിയ ധ്യാന പരിശീലനം നമുക്ക് ചെയ്യാം. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു സാധാരണ ജോലി തിരഞ്ഞെടുക്കാം. അതിനെ വെറും തീർക്കേണ്ട ബേർഡനായി കാണാതിരിക്കുക. പൂർണ്ണ ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധയോടെ ചെയ്യൂ. ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ സാന്നിധ്യത്തോടെ കേൾക്കൂ. വീട് വൃത്തിയാക്കുകയാണെങ്കിൽ അസഹിഷ്ണുതയില്ലാതെ ചെയ്യൂ. ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ യന്ത്രം പോലെയല്ല, ബോധത്തോടെ ചെയ്യൂ. ആരും നിങ്ങളെ പ്രശംസിക്കണമെന്നില്ല, ആരും കാണണമെന്നില്ല. എങ്കിലും നിശബ്ദമായി ഓർക്കൂ, ഞാൻ ജീവിതത്തെ താങ്ങുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അവിടെയാണ് സാധാരണ ജോലി ഒരു ധ്യാനമായി മാറുന്നത്. അവിടെയാണ് തൊഴിലാളി വീണ്ടും ഒരു ഹീറോയാകുന്നത്. നന്ദി.